2000-ന്റെ തുടക്കത്തിൽ വാട്ടർ സ്പോർട്സിൽ താൽപ്പര്യമുള്ള 3 സുഹൃത്തുക്കളായ സ്കോട്ട് സീമാൻസും ലിൻഡൻ ഹാൻസനും ജോർജ് ബോഡക്കർ ജൂനിയറും കരീബിയൻ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്ലോഗ് ചെരുപ്പ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കനേഡിയൻ കമ്പനിയായ ഫോം ക്രിയേഷൻസ് നിർമ്മിച്ച ഈ ചെരുപ്പ് ഭാരം കുറഞ്ഞതും ധരിക്കാൻ വളരെ സുഖകരവുമായ ക്രോസ് ലൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. മാത്രമല്ല ബോട്ടിങ്ങിന് അനുയോജ്യവും സ്ലിപ്പ് റെസിസ്റ്റന്റുമാണ്. ഇവർ അതിന്റെ വാണിജ്യ സാധ്യത തിരിച്ചറിയുകയും ഫോം ക്രിയേഷൻസിൽ നിന്ന് അവകാശങ്ങൾ വാങ്ങി ചെറിയ മാറ്റങ്ങളോടെ 2002-ൽ ഫ്ലോറിഡയിലെ ഒരു ബോട്ട് ഷോയിൽ ബീച്ച് മോഡൽ പുറത്തിറക്കുകയും ചെയ്തു. മൂവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആദ്യ 200 ജോഡികൾ വിറ്റഴിക്കപ്പെട്ടു. എന്നാൽ തുടക്കത്തിൽ വ്യാപക പരിഹാസത്തിനും വിമർശനത്തിനും വിധേയമായി. ഒരു ബോട്ടിംഗ് ഷൂ എന്നതിനപ്പുറം ഫുട്വെയർ ഇൻഡസ്ട്രിയിൽ മതിപ്പുളവാക്കാനൊന്നും ക്രോക്സിന് സാധിച്ചിരുന്നില്ല. 2010-ൽ ടൈം മാഗസിൻ ഏറ്റവും മോശം 50 കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ടാണ് ക്രോക്സിനെ തിരഞ്ഞെടുത്തത്. മോശം രൂപകൽപ്പന, വൃത്തികെട്ട നിറങ്ങൾ, നിറയെ തുളകൾ എന്നിവയെല്ലാം വിമർശന വിഷയങ്ങളായി. എന്നാൽ 2005-ൽ അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്ന ക്യാമ്പയിനിലൂടെ കമ്പനി ഈ പ്രതികൂലതകൾ മറികടക്കുകയും സ്റ്റൈലല്ല കംഫർട്ടാണ് പ്രധാനമെന്നത് പ്രമേയമാക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോർജ് ബുഷും ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമയും ഇംഗ്ലണ്ടിലെ രാജകുമാരൻ ജോർജും ക്രോക്സ് ധരിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് വലിയ ഇടപെടലായി. മുതല എന്നർത്ഥമുള്ള ക്രോക്കഡൈൽ നിന്നാണ് ക്രോക്സ് രൂപമെടുത്തതെന്ന് പറയപ്പെടുന്നു. കാരണം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ് മുതല. വെള്ളത്തിലും കരയിലും ധരിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ക്രോക്സ് ചെരുപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും. ഇതിനു പുറമെ ക്രോക്സ് ചെരുപ്പുകൾക്ക് മുതലയെ അനുസ്മരിപ്പിക്കുന്ന രൂപവുമുണ്ട്. ക്രോക്സിന്റെ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്നത് ക്രോസ് ലൈറ്റ് എന്ന വസ്തുവാണ്. ദുർഗന്ധം പ്രതിരോധിക്കുന്നതും ലൈറ്റ് വെയ്റ്റും വാട്ടർ റെസിസ്റ്റന്റുമാണ് ക്രോസ് ലൈറ്റ്. ട്രെൻഡുകൾ പിന്തുടരാതെ വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുത്ത ക്രോക്സ് ഇന്ന് സാൻഡലുകൾ, ബൂട്ടുകൾ, സ്നീക്കറുകൾ എന്നിവയുൾപ്പെടെ വിപുലമായ മോഡലുകൾക്കൊപ്പം ലോകവ്യാപക ജനപ്രീതിയിലേക്ക് ഉയർന്നു. അങ്ങനെ മോശം ഇമേജിൽ നിന്ന് ഭംഗിയായി മാറിയൊരു ഉൽപ്പന്നമായി ക്രോക്സ് ആഗോള ശ്രദ്ധ നേടി.